എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറുള്ളി നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. അതേപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി നന്നായിട്ട് ചതച്ച് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള തേങ്ങയും 3 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുടംപുളിയാണ്. അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് പറ്റി കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 5-8 മിനിറ്റ് കൂടി നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇതേപോലെ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു മീൻകറിയുടെ റെസിപ്പിയാണിത്. ട്രൈ ചെയ്ത് നോക്കുക.